കാശിയുടെ ക്യാബിനിൽ ഇരിക്കുവാണ് സുജാത. അവർക്കരികിൽ അല്പം മാറി ഒരു ലേഡി കോൺസ്റ്റബിളും മറ്റൊരു പോലീസ് ഓഫീസറും നിൽപ്പുണ്ട്. കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ തല താഴ്ത്തി ഡെറിയോട് പറ്റിച്ചേർന്നാണ് തുളസിയുടെ നിൽപ്പ്. സത്യത്തിൽ ഡെറി ആകെ പെട്ടുപോയിരുന്നു. ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. അവനിനി എന്താകും എന്നൊരു ഐഡിയയും കിട്ടിയില്ല. കാശിയുടെ മുഖം കാണുമ്പോൾ തന്നെ അവൻ ആകെ അസ്വസ്ഥനാകും. ഇതേ സമയം സുജാതയോട് കാശി ഗൗരവത്തോടെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നേരത്തെ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി അവർ ഒന്ന് ഒതുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം പേടിയോടെ തന്നെ അവർ പോലീസിനോട് സഹകരിച്ചു. കാശി അവരുടെ അഭിപ്രായം ചോദിച്ചതും ഇങ്ങനെ ഒരുത്തി ഞങ്ങൾക്കിനി വേണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തുളസിയെ നിഷ്കരണം കൈയൊഴിഞ്ഞു അവർ. അവിടെ നിന്നവർക്ക് ഒന്നും അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ സ്വഭാവം ഏകദേശം അവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ തുളസിക്ക് മാത്രം സങ്കടം സഹിക്കാനായില്ല. തന്നെ തള്ളിപ്പറയുന്ന അമ്മയെ അവൾ വേദനയോടെ നോക്കി. ഒരു മകൾക്കും അങ്ങനെയൊന്നും സഹിക്കാനാവില്ലല്ലോ. ആ സങ്കടത്തിൽ അവൾ തനിക്കടുത്ത് നിൽക്കുന്ന ഡെറിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഏങ്ങി. ഡെറിക്ക് അവളെ തള്ളാനും കൊള്ളാനും വയ്യാതെ നിന്ന് വിമ്മിഷ്ടപ്പെട്ടു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മിസ്റ്റർ ഡെറിക്, താൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ് ഉചിതം. അവിടെ നിന്ന് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതും കാശി അത് പറഞ്ഞ ആളെയും ഡെറിയെയും കടുപ്പിച്ചൊന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ട് എന്തിനോ ഡെറിയുടെ മിഴികളൊന്ന് പിടഞ്ഞു. എന്നാൽ തുളസി ആകട്ടെ അവന്റെ തുറിച്ചുനോട്ടം കണ്ട് പേടിയോടെ ഡെറിയുടെ നെഞ്ചിൽ നിന്നും അകന്ന് അവന്റെ പിന്നിൽ ഒളിച്ചു. അല്ല, സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക, അതുകൊണ്ട് പറഞ്ഞതാ. കാശിയുടെ നോട്ടം കണ്ട ആ പോലീസുകാരൻ അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. അതാണ് സാറേ നല്ലത്, ഇല്ലെങ്കിൽ ഈ പെണ്ണ് വീണ്ടും വല്ലവന്റെ കൂടെ പൊയ്ക്കളയും. സുജാത കൂടി അത് ഏറ്റുപിടിച്ചു. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണെന്ന് മനസ്സിലായതും കാശിക്ക് പിന്നെ കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവന്റെ മിഴികൾ ഒരു വേള ഡെറിക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന തുളസിയിലെത്തി. അവളുടെ കുഞ്ഞ് ഉണ്ട വട്ടമുഖം അവന്റെ കലങ്ങി മറിയുന്ന മനസ്സിൽ എന്തോ ഒരു ആശ്വാസവും അസ്വസ്ഥതയും ഒരുപോലെ നിറച്ചു. പറ്റില്ല, എനിക്കൊരിക്കലും ഈ കുട്ടി വിവാഹം കഴിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് ആ സ്റ്റേഷൻ തന്നെ വിറപ്പിക്കും പോലെ ഡെറി അലറിയത്. എന്നാൽ അവന്റെ ദേഷ്യം കണ്ട് അതുവരെ അവനെ പറ്റിച്ചേർന്ന് നിന്ന പെണ്ണ് അവനിൽ നിന്ന് ഞെട്ടലോടെ പിടഞ്ഞു മാറി. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. അല്ലെങ്കിലും കരിക്കലം പോലെ ഇരിക്കുന്ന ഇവളെയൊക്കെ ആരെങ്കിലും എടുത്ത് തലയിൽ വെക്കോ? പുച്ഛത്തോടെ സുജാത പറഞ്ഞതും ഡെറി അവരെ കൂർപ്പിച്ചൊന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ട് ആ സ്ത്രീയൊന്ന് പതറിപ്പോയി. അവർ വിളറിയ ചിരിയോടെ കാശിയൊന്ന് നോക്കി. എന്നാൽ അവരെ ചുട്ടുകൊല്ലും പോലെ നോക്കുന്നവനെ കണ്ട് അവർ ഉമിനീറിറക്കിപ്പോയി. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്, ഞാൻ ഇയാളോടൊന്ന് സംസാരിക്കട്ടെ. മറ്റുള്ളവരെ നോക്കി കാശി പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഒടുവിൽ അവിടെ ഡെറിയും തുളസിയും മാത്രം ബാക്കിയായി. സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരിക്കലും ഈ കുട്ടിയെ വിവാഹം കഴിക്കാനും സാധിക്കില്ല. അവർ മാത്രമായതും ഡെറി കാശിയോട് ഉറപ്പോടെ കാര്യം പറഞ്ഞു. അത് കേട്ടതും അവൻ വേഗം ചേറി നിന്ന് എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് വന്നു നിന്നു. അതെന്താടാ നിനക്ക് പറ്റാത്തത്? ഇവളെ കൊണ്ട് ഹോട്ടലിൽ മുറിയെടുക്കാൻ നിനക്ക് നല്ല ചുണയായിരുന്നല്ലോ. കാശി അല്പം പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. കാശിയുടെ സംസാര രീതി ഭാവവും ഒക്കെ കണ്ട് തുളസി ആകെ ഭയന്നു. എന്നാൽ ഡെറി അവനിൽ നിന്നും ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു. അവന്റെ ആ പ്രവൃത്തി കാശിക്ക് ഒട്ടും തിരിച്ചില്ല. അങ്ങനെ അങ്ങ് മുഖം തിരിക്കാതെ, എന്തുകൊണ്ട് ഇവളെ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല? കാരണം കൂടി വ്യക്തമാക്കിയേ പറ്റൂ. കാശി ഡെറിയുടെ കവളി കുത്തിപ്പിടിച്ച് അവന്റെ മുഖം തന്നോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. കാശിയുടെ രൗദ്രത നിറഞ്ഞ മിഴികൾ കണ്ട് ഡെറി ഒരു നിമിഷം അതിലേക്ക് തന്നെ ഒരു പിടപ്പോടെ നോക്കിപ്പോയി. പറ ഡെറി. ഇതൊക്കെ കണ്ട് തുളസി കരയാൻ തുടങ്ങി. തന്നെ സഹായിച്ച ഡെറിയെ പോലീസ് ഉപദ്രവിക്കുന്നത് കണ്ട് അവൾക്ക് നെഞ്ചു നീറി. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നിപ്പോയി. പക്ഷെ താൻ വെറും നിസ്സഹായാണെന്ന് സ്വയം മനസ്സിലാക്കി അവൾ മിണ്ടാതെ നിന്നു. സാർ, എനിക്ക് എന്തോ കാശിയുടെ മുഖത്ത് നോക്കി അവന് തന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയാൻ അല്പം മടി തോന്നി. നിന്ന് തിരുവാതിര കളിക്കാതെ കാര്യം പറയടാ പൊന്ന മോനെ. കാശി ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിന്റെ കോളറി പിടിച്ചുലച്ചുകൊണ്ട് അലറി. എനിക്ക് പറ്റില്ല, അത്ര തന്നെ. കാരണം ഞാനൊരു ഗേ ആണ്. എനിക്കൊരിക്കലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. ആമർഷത്തോടെ കടുപ്പമേറിയ സ്വരത്തിൽ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ഡെറി അലറിക്കൊണ്ട് കാര്യം പറഞ്ഞു. ഇത് കേട്ട് തുളസിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾക്ക് ആ വാക്ക് പോലും പുതിയതായിരുന്നു. എന്നാൽ കാശിക്ക് വല്ലാത്തൊരു ആനന്ദം തോന്നി. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിശ്വസിച്ചു. അപ്പൊ മക്കളൊരു കാര്യം ചെയ്യും, നീ പറയുന്നൊക്കെ സത്യാണെന്ന് ഇവിടെ ഇപ്പൊ തന്നെ തെളിയിക്ക്. ഇനി അതിന് പറ്റില്ലെങ്കിൽ ഈ രജിസ്റ്ററിൽ ഒരു ഒപ്പിട്ട് ഇവളെ നിന്റെ ഭാര്യയ്ക്ക് കൂടെ കൊണ്ടുപോയേ പറ്റൂ. പരിഹാസ ചുവയോടെ പറഞ്ഞുകൊണ്ട് അവൻ ടേബിളിൽ ഇരുന്ന രജിസ്റ്റർ അവർക്ക് നേരെ തിരിച്ചു വെച്ചു. ഈ നേരം ഡെറിക്ക് തന്റെ സകല ക്ഷമയും നശിച്ചിരുന്നു. തന്നെ കൂർപ്പിച്ചു നോക്കി നിൽക്കുന്നവനെ കണ്ട് ഡെറി പാഞ്ഞെന്ന് കാശിയെ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ കാശി ആകെ ഒന്ന് പതറിപ്പോയി. കണ്ണുകൾ കുറുക്കി അവൻ ഡെറിയെ നോക്കിയ അടുത്ത സെക്കൻഡിൽ അവൻ കാശിയുടെ ചുണ്ടുകളെ ആകെ വിഴുങ്ങി.
വന്യമായ അവന്റെ ചുംബനം കാശിയെ ആകെ ഒന്ന് ഉലച്ചുപോയി. എന്നാൽ കൺമുൻപിൽ നടക്കുന്ന കാഴ്ച കണ്ട് കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു തുളസി. അവൾ ഇങ്ങനെയൊന്ന് ആദ്യമായി കാണുകയായിരുന്നു. ഡെറി കാശിയെ ഉപദ്രവിക്കുവാണോ എന്നാണ് ആ പൊട്ടിപ്പെണ്ണ് അപ്പോൾ ചിന്തിച്ചത്. ചുംബിച്ചു കഴിഞ്ഞതും ഊക്കോടെ കാശിയെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൻ ചുണ്ടുകൾ തള്ള വിരൽ കൊണ്ട് അമർത്തി തുടച്ചു. പതിയെ തല തിരിച്ച് തുളസി ഒന്ന് നോക്കിയിട്ട് ടേബിളിലിരുന്ന പെണ്ണെടുത്ത് അവൻ രജിസ്റ്ററിൽ ഒപ്പിട്ടു. അതുവരെ ശാന്തനായി നിന്നവന്റെ ചുവന്നു കയറിയ മുഖം കണ്ട് ഭയന്ന തുളസി അവൻ ആ പേന അവൾക്ക് നേരെ നീട്ടി അടുത്ത നിമിഷം അത് വാങ്ങി പേടിയോടെ ഒപ്പിട്ടു കൊടുത്തു. ഇതേ സമയം ബോധം വന്നതുപോലെ കാശി ഉറഞ്ഞു തുള്ളി അത്രയും കലിയോടെ അവന് നേരെ പാഞ്ഞെടുത്തു. ഡെറിയുടെ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയ കാശി അത്രയും ആമർഷത്തോടെ പാഞ്ഞു വന്ന് കൈമുഷ്ടി ചൂടി ഡെറിയുടെ മുഖത്തേക്ക് അടിക്കാൻ ഒരുങ്ങിയതും ഡെറി സൈഡിലേക്ക് ഒഴിഞ്ഞുകൊണ്ട് അവന്റെ കൈകളെ തടഞ്ഞു പിടിച്ചു. വിടട ബ്ലേഡി! കാശി അവന്റെ കൈയിൽ നിന്ന് തന്റെ കൈ വലിച്ചു കുടഞ്ഞുകൊണ്ട് അലറി. ഡെറി അവന്റെ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ അവന് മുമ്പിൽ കൈയും കെട്ടി അനങ്ങാതെ നിന്നു കൊടുത്തു. എന്നാൽ ഇത് കണ്ട് തുളസി ആകെ ഭയന്നുപോയി. വീണ്ടും വാശിയോടെ കാശി അവന് നേരെ കൈമുഷ്ടി ചുരുട്ടി ആഞ്ഞു വീശി. എന്നാൽ ഇത്തവണ ഡെറി ഒഴിഞ്ഞു മാറിയില്ല. കാശിയുടെ കൈമുഷ്ടി അവനിൽ പതിയാൻ അറച്ചുകൊണ്ട് ഡെറിയുടെ മുഖത്തിന് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ വന്ന് നിന്ന് വിറച്ചു. ചുവന്ന കണ്ണുകളോടെ തന്നെ പ്രഹരിക്കാൻ മടിച്ചു നിൽക്കുന്നവനെ ഡെറി ചെറിയൊരു കുസൃതിച്ചിരിയോടെ നോക്കി. ഛേ! അവന്റെ കൂസലില്ലാത്ത ഭാവം കണ്ട് കാശി തന്റെ കൈ അതേ സ്പീഡിൽ പിൻവലിച്ച് തൊട്ടടുത്ത ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. വെറുതെ കൈ ഇടിച്ച് നശിപ്പിക്കാതെ സാറേ, ഭാവം ആ ഭിത്തി എന്ത് പിഴച്ചു! അല്പം പുച്ഛത്തോടെ ഡെറി അവനോട് പറഞ്ഞതും കാശി അവനെ തുറപ്പിച്ചൊന്നു നോക്കി. ഡെറിയുടെ മുഖത്തെ ചിരി കണ്ട് കാശിക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കലങ്ങി. പൊന്ന മോനെ! വായിൽ വന്നൊരു മുഴുത്ത തെറിയും വിളിച്ചുകൊണ്ട് കാശി അവന്റെ ഷർട്ടിന്റെ കോളറി കുത്തിപ്പിടിച്ചു. നീ എന്ത് ധൈര്യത്തിലാടാ നാറി എന്റെ ദേഹത്ത് കൈവച്ചത്? മുരണ്ടുകൊണ്ട് അവൻ ചോദിച്ചതും ഡെറി തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ ഇരു കൈകൾ കൊണ്ട് ലോക്കിട്ട് പിടിച്ച് അവന്റെ കാതോരം മുഖം അടുപ്പിച്ചു. പെട്ടെന്നുള്ള ഡെറിയുടെ നീക്കത്തിൽ കാശി ഒന്ന് പതറിപ്പോയി. അവനോട് ഒതുങ്ങി നിൽക്കുമ്പോൾ തന്റെ ശരീരം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. നീ എന്റേതാണെന്ന ധൈര്യത്തിൽ പറയുന്നതോടൊപ്പം തന്നെ അവന്റെ ചെവിയെ കൂടി വായിലാക്കി ഒന്ന് നുണഞ്ഞു വിട്ടു അവൻ. ഞെട്ടലോടെ കാശി അവനെ മുഖമുയർത്തി നോക്കി. ഇപ്പൊ ദേഷ്യത്തിലുപരി അമ്പരപ്പാണ് അവന്. നീ ഇതെന്തൊക്കെയാ? അവന് മുമ്പിൽ പതറി നിൽക്കുന്ന കാശിയെ മൈൻഡ് ചെയ്യാതെ അവനെ തന്നിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഡെറി തുളസിക്ക് നേരെ തിരിഞ്ഞു. വിറച്ചു നിൽക്കുന്ന പെണ്ണിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവനൊരു വിജയച്ചിരിയോടെ മുന്നോട്ട് നടന്നു. അപ്പോഴും ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടന്നത് എന്നൊരു പകപ്പിൽ നിൽക്കുമായിരുന്നു കാശി. സോഫയിൽ കാലിനു മുകളിൽ കാലും എടുത്തു വെച്ച് ചുണ്ടിൽ വില കൂടിയ സിഗരറ്റും വെച്ച് എടുപ്പോടെ ഇരിക്കുന്നവനെ കണ്ട് അച്ചു ഒന്ന് പരിഭ്രമിച്ചു. ആ ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങിയ ഇരിപ്പാണിത്. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലുള്ള അവന്റെ ഇരിപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ട് കാരണം എന്താണെന്ന് പോലും അറിയാതെ അവൾക്കുള്ളിലും ഒരു അസ്വസ്ഥത നിറഞ്ഞു. പെട്ടെന്നാണ് പുറത്ത് ഡെറിയുടെ കാർ വന്ന് നിന്നത്. ഡെറി വന്നത് മനസ്സിലായതും അവനെയാണ് താൻ ഇത്രയും നേരം പ്രതീക്ഷിച്ചെന്ന പോലെ ഡെവി ഒന്നുകൂടി നിവർന്നിരുന്നു. തുളസിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി വരുന്ന ഡെറിയെ ഡെവി ഗൗരവത്തോടെ നോക്കി. എന്നാൽ അച്ചു എല്ലാം അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. എന്നാൽ ശരിക്കും ഡെറിയുടെ ദേഷ്യം ഇപ്പോഴാണ് തുളസി കാണുന്നത്. കാറിൽ കയറിയപ്പോ മുതൽ അവൻ അവളെ രൂക്ഷമായി നോക്കി പേടിപ്പിക്കുകയായിരുന്നു. ഡെറി! വേണ്ട ഡെവി, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല. അതാണ്. ചെറിയ കേസാണെന്ന് എനിക്കും അറിയാം. പക്ഷെ കുറച്ച് മണിക്കൂറുകളെങ്കിലും ആ തുക്കട സ്റ്റേഷനിൽ നിന്നത് എന്റെ ബ്രദറാണ്. നിന്റെ വാശി കൊണ്ട, ഇല്ലെങ്കിൽ എപ്പോഴേ നീ അവിടെ നിന്ന് ഇറങ്ങിയനെ. അമർഷത്തോടെ പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ഡെറി അവനെ ചുവന്ന കണ്ണുകളോടെ ഒന്ന് നോക്കി. അപ്പോഴാണ് ഡെവിയുടെ മിഴികൾ തുളസിക്ക് നേരെ കൂർത്തത്. അവന്റെ നോട്ടം കണ്ട് തുളസി ഒന്ന് പതുങ്ങിപ്പോയി. ഇവളെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തുളസിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഡെവി ചോദിച്ചു. കൊണ്ടുവരേണ്ടി വന്നു. എനിക്കിട്ട് ഇത്രയും വലിയൊരു പണി തന്നിട്ട് വിട്ടുകളയാൻ തോന്നിയില്ല. ആർക്ക് ചാരപ്പണി ഏറ്റെടുത്തതാണെന്ന് ആർക്കറിയാം? ഡെറി പുച്ഛത്തോടെ പറഞ്ഞ നിമിഷം തന്നെ തുളസിയുടെ കരച്ചിൽ അവിടെ ഉയർന്നു. സ്വയം വായ പൊത്തി ഏങ്ങി കരയുകയാണ് അവൾ. എന്നാൽ ഡെറിക്കോ യാതൊരു കുലുക്കവും ഇല്ല. അച്ഛനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവളുടെ അവസ്ഥ കണ്ട് സങ്കടം വന്നു. ഇവളെവിടെ നിന്റെ ഭാര്യയായി വാഴിക്കാനാണോ? ഡെറിയോടുള്ള അവന്റെ ആ ചോദ്യം തീർത്തും പുച്ഛം നിറഞ്ഞതായിരുന്നു. നോ, നെവർ. പോകാൻ എങ്ങാടോ ഇല്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ സെർവന്റായി നിൽക്കട്ടെ. സാലറി ആയിട്ട് പണമൊന്നും കൊടുക്കണ്ട. 3 നേരം ആഹാരം, ആവശ്യത്തിന് വസ്ത്രവും, അത്രയും മതി. അവൻ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് തുളസിയെ തനിക്ക് നേരെ പിടിച്ചു നിർത്തി. വിറച്ചു പോയി അവൾ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ ഈ നിമിഷം നിനക്ക് നിന്റെ വഴിക്ക് പോവാം. ആരും തടയില്ല. അതല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം. പറഞ്ഞല്ലോ, പണം മാത്രം തരില്ല, ആഹാരവും വസ്ത്രവും മാത്രം. എന്താ തീരുമാനം? കടുപ്പത്തോടെ അവൻ ചോദിച്ചതും പച്ചവെള്ളം മാത്രം കുടിച്ചു കഴിച്ചു കൂട്ടിയ ദിവസങ്ങൾ അവൾ ഓർത്തുപോയി. കറുപ്പെന്ന നിറത്തിന്റെ പേരിൽ ആർക്കും വേണ്ടാത്തവളായിരുന്നു താൻ എന്നിവർക്കറിയില്ലല്ലോ. ഇവിടെ തനിക്ക് ആഹാരമെങ്കിലും കിട്ടും, അത് മതി. അവൾ വേദനയോടെ ഓർത്തുപോയി. ഞാൻ ഇവിടെ നിന്നോളാം, ഏത് ജോലിയും ചെയ്തോളാം.
കിടക്കാൻ ഒരിടവും ഒരു നേരമെങ്കിലും വയറു നിറയെ ഭക്ഷണവും തന്നാൽ മതി. ഞാൻ ആരുടെയും ചാരത്തിയൊന്നുമല്ല, സത്യം. അവൾ സ്വയം വലത് കൈ എടുത്ത് തലയിൽ വെച്ച് സത്യം ചെയ്യുന്നത് കണ്ടതും ഡെറിക്ക് അവളോട് പാവം തോന്നിപ്പോയി. അറിയാം പെണ്ണെ, നീ ആരാണെന്നും എന്താണെന്നും ഇന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് മുമ്പിൽ നിൽക്കുന്നവനും അറിയാം. അതുകൊണ്ട് തന്നെയാ ആരോരും ഇല്ലാത്ത നിനക്ക് ഞാൻ ഈ വീട്ടിൽ ഒരഭയം തരുന്നത്. മനസ്സിൽ അങ്ങനെയൊന്നും മൊഴിഞ്ഞുകൊണ്ട് അവൻ അവളെ ഗൗരവത്തിലൊന്നും നോക്കി. ഓളെ അച്ചു, ഈ കുട്ടി നമ്മുടെ പുതിയ സെർവന്റ് ആണ്. കിച്ചൺ സൈഡിലുള്ള റൂം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഡെറി പറഞ്ഞത് കേട്ട് അച്ചു അതുവരെ തോന്നിയ സംശയമൊക്കെ തീർന്നതുപോലെ തുളസിയുടെ അടുത്തേക്ക് ചെന്നു. ജോലിക്ക് വന്നതായിരുന്നോ? ഞാൻ ആതിര. താൻ വായു, മുറി ഞാൻ കാണിച്ചു തരാം. സ്നേഹത്തോടെ അവൾ വിളിച്ചതും തുളസി അച്ചുവിനെ നോക്കി നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. പേടിക്കാതെ വാടോ. അച്ചു അവളെ സൗഹൃദത്തോടെ തന്നെ ക്ഷണിച്ചു. ഡെറിയെ ഒന്ന് പാളി നോക്കിയിട്ട് അച്ചുവിന്റെ കൂടെ അവൾ പതിയെ മുന്നോട്ട് നടന്നു. അവര് കണ്ണിൽ നിന്ന് മറഞ്ഞതും ഡെവി ഡെറിക്ക് നേരെ തിരിഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? തികച്ചും ദുരുദ്ദേശം. ആ പോയവളെ തേടി ഇന്ന് ഈ വീടിന്റെ മതിലൊരുത്തം ചാടും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. അതുകൊണ്ട് നീ ഒന്ന് കണ്ണടച്ചേക്ക്. സൈറ്റ് അടിച്ചുകൊണ്ട് ഡെറി പറഞ്ഞതും ഡെവി ഒന്ന് ശ്വാസം എടുത്തു വിട്ടു. ഇതേ സമയം മൂട്ടില് തീ പിടിച്ചതുപോലെ പോലീസ് സ്റ്റേഷനിലെ തന്റെ ക്യാബിനിലിരുന്ന് ഡെറിയെ ചീത്ത പറയുകയായിരുന്നു കാശി. തുളസിയുടെ കുഞ്ഞുമുഖവും ഡെറിയുടെ ചുംബനവും അവന്റെ മനസ്സിൽ മാറിയും തിരിഞ്ഞും വന്ന് ആലോചന തീർത്തുകൊണ്ടിരുന്നു. തുളസിക്ക് കൊടുത്ത മുറിയിൽ തന്നെ അവളെ കൂടാതെ വേറെ 5 ജോലിക്കാർ കൂടി താമസിക്കുന്നുണ്ട്. വളരെ വലിയൊരു റൂമാണത്. ഇരുമ്പിന്റെ 2 തട്ട് കട്ടിലാണ് ജോലിക്കാർക്കായിട്ടുള്ളത്. അതിലൊരെണ്ണം തുളസിക്കും കിട്ടി. കൂടെ യൂണിഫോമായി 3 ജോഡി നീലസാരി. സത്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നി. സ്വന്തം വീട്ടിൽ നടുവൊടിഞ്ഞ് പണിയെടുത്താലും ഒരു നേരം ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. ഒരു പുതുവസ്ത്രം കൈകൊണ്ട് തൊട്ടത് തന്നെ ഇന്ന് രാവിലെ ഡെറി വാങ്ങി തന്നപ്പോഴാണെന്ന് അവൾ ഓർത്തു. ഇപ്പോൾ തനിക്ക് സുരക്ഷിതമായി കിടക്കാൻ ഒരിടവും പുതിയ വസ്ത്രവും ആഹാരവും ജോലിയും തന്ന് അവനാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്കുള്ളിൽ അവനോട് വല്ലാത്ത സ്നേഹം നിറഞ്ഞു. കഴുത്തിൽ കിടക്കുന്ന നേരിയ കുഞ്ഞുമാലയിൽ പിടിച്ചുകൊണ്ട് അവനെ ഓർത്ത് നാണത്തോടെ ചിരിച്ചുപോയവൾ. എന്നാൽ പെട്ടെന്നാണ് ഡെറി കാശിയെ ചുംബിച്ചത് അവൾ ഓർത്തത്. അതോടെ അവനെക്കുറിച്ച് ഓർത്ത് നാണിച്ചു നിന്നവളിൽ പേടിയും സംശയവും ഒക്കെ നിറഞ്ഞു. മുറി കാണിച്ചു കൊടുത്തിട്ട് അച്ചു വേഗം തന്നെ തിരികെ പോയിരുന്നു. അച്ചു പോയതും കറുത്തിരണ്ട് ഉണ്ട പോലെ ഇരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ചെറിയൊരു ഇഷ്ടക്കേടോടെ നോക്കി അവിടെയുള്ള 5 പേര്. ആ നോട്ടം അവളും കണ്ടിരുന്നു. ബീനയുടെ കാര്യം ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെയുള്ളവരൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി ഒതുങ്ങിക്കൂടുകയാണ്. അത് സത്യത്തെ ഉപകാരപ്പെട്ട തുളസിക്കായിരുന്നു. അവളെ ആരും അങ്ങോട്ട് കയറി ചൊറിയാൻ പോയില്ല. തുളസിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം കിടന്നിട്ടുള്ളവൾക്ക് അതൊരു പ്രശ്നമായി തോന്നിയതേയില്ല. കുളിച്ച് വൃത്തിയായി അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ട് പുറത്തേക്ക് വന്നു. സാരി ഉടുത്ത് കിടന്നുറങ്ങാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. കുറച്ചു കഴിഞ്ഞ് അവൾ തനിക്ക് അനുവദിച്ച ബെഡിലേക്ക് വന്നിരുന്നു. കൂടെയുള്ളവരൊക്കെ സന്തോഷത്തോടെ കൂട്ടുകൂടി ഇരിക്കുന്നത് നഷ്ടബോധത്തോടെ അവൾ നോക്കിയിരുന്നു പോയി. ഡോറിൽ മുട്ട് കേട്ടതും ആ 5 പേരിൽ ഒരാൾ പോയി ഡോർ തുറന്നു. പുറത്ത് കുറച്ച് ഡ്രസ്സുകളുമായി നിൽക്കുന്ന അച്ചുവിനെ കണ്ട് ആ പെൺകുട്ടി ബഹുമാനത്തോടെ മാറി നിന്നു. അച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. തുളസിയെ കണ്ടതും അവൾ കയ്യിലുള്ള ഡ്രസ്സുമായി അവൾക്കടുത്തേക്ക് ചെന്നു. ഇതെല്ലാം തനിക്കാ, മാറിയെടുക്കാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അച്ചു സ്നേഹത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ആ ഡ്രസ്സ് നീട്ടി. കണ്ണുകൾ നിറച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ തുളസി അത് വാങ്ങി. കഴിക്കാൻ വരും. നാളെ മുതൽ അലാം കേൾക്കുമ്പോ ഫുഡ് കഴിക്കണം. എല്ലാം കിച്ചൺ സൂപ്പർവൈസർ പറഞ്ഞു തരും കേട്ടോ. അവൾ സ്നേഹത്തോടെ പറഞ്ഞതും തുളസി വേഗം തലയാട്ടി കൊടുത്തു. എങ്കി വാ. തുളസിയുടെ കയ്യും പിടിച്ചുകൊണ്ട് അച്ചു കിച്ചണിലേക്ക് നടന്നു. അവർ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയതും ആ 5 പേരുടെയും മുഖം കറുത്തു. നമ്മുടെ മേഡം എന്ത് പാവമാ. അല്ലെങ്കിൽ അതുപോലൊരു സാധനത്തിന് ആരെങ്കിലും ഇത്രയും കെയർ കൊടുക്കുമോ? അതിലൊരുവൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ബാക്കിയുള്ളവർ കൂടി അത് സമ്മതിച്ചു കൊടുത്തതും അവർ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് നടന്നു. ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂവും മുട്ട പൊരിച്ചതും ഒരു ഗ്ലാസ് ബൂസ്റ്റിട്ട പാലും തുളസിക്ക് മുമ്പിലേക്ക് അവിടെയുള്ള ഒരു ജോലിക്കാരി വെച്ചു കൊടുത്തു. അച്ചു അവൾക്കൊപ്പം തന്നെ ഉണ്ട്. മുൻപിലിരിക്കുന്ന ആഹാരം കണ്ട് തുളസിയുടെ കണ്ണൊന്ന് മെഴിഞ്ഞുപോയി. കഴിക്കു തുളസി, ഇന്ന് ജോലിക്കാരുടെ നൈറ്റ് മെനു ഇതാ. തനിക്കിതൊന്നും ഇഷ്ടമല്ലേ? അവളുടെ ഇരിപ്പ് കണ്ട് അച്ചു സംശയത്തോടെ ചോദിച്ചുപോയി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് തന്നെ ആണോ എന്ന് ഓർത്തു പോയതാ. തടിച്ചിയാണെന്നും പറഞ്ഞ് തനിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ തരാതെ ഇരുന്ന സ്വന്തം അമ്മയെ അവൾ ആ നിമിഷം വേദനയോടെ ഓർത്തുപോയി. ഇതെല്ലാം തനിക്ക് തന്നെയാ. പിന്നെ ഇവിടെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. അച്ചു കാര്യങ്ങൾ വ്യക്തമാക്കിയതും തുളസി സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. അന്ന് വയറും മനസ്സും നിറഞ്ഞു തന്നെ അവൾ ഭക്ഷണം കഴിച്ചു. അച്ചു ഒരു കൂട്ടായിട്ട് അവൾക്കൊപ്പം നിന്നെങ്കിലും ഡെവിയുടെ വിളി വന്നപ്പോ തന്നെ തുളസിയോട് പോകുവാന്ന് പറഞ്ഞ് മുകളിലേക്ക് ഓടി. തുളസി എല്ലാം കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോയതും പെട്ടെന്ന് കറണ്ട് പോയി. പേടിയോടെ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നതും ആരോ അവളെ പിടിച്ചു വലിച്ച് അവളുടെ വായ പൊത്തി. ആ ബലിഷ്ടമായ കയ്യിൽ കിടന്ന് അവളൊന്ന് പിടഞ്ഞുപോയി.
പേടികൊണ്ട് ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും സാധിക്കുന്നില്ല.